ബഹിരാകാശത്ത് ഗർഭം ധരിക്കാൻ സാധിക്കുമോ? വിചിത്രമായൊരു ചോദ്യമല്ലേ? ബഹിരാകാശത്ത് കൂടുതൽ പരീക്ഷണങ്ങളും പര്യവേഷണങ്ങളും നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് മനുഷ്യർ. ദീർഘസമയ മിഷനുകൾ തുടങ്ങി ചൊവ്വയിൽ വരെ എത്താനുള്ള പദ്ധതികളും ശാസ്ത്രജ്ഞർ വികസിപ്പിക്കുന്നുണ്ട്. ഇതിനിടെയേറെ കൗതുകകരമായ ഒരു ചോദ്യം ബഹിരാകാശ പ്രേമികൾ മുന്നോട്ട് വെക്കുന്നു. ബഹിരാകാശത്ത് വെച്ച് കുഞ്ഞിനെ ഗർഭം ധരിക്കാനും പ്രസവിക്കാനും സാധിക്കുമോ എന്ന ചോദ്യങ്ങളാണ് ശാസ്ത്രലോകത്ത് ഉയർന്നു കേൾക്കുന്നത്. ചോദ്യം സിമ്പിൾ ആണെങ്കിലും ഇതിന്റെ വിവിധ തലങ്ങൾ പരിശോധിക്കുകയാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ. ബഹിരാകാശത്തെ ഗർഭധാരണത്തിൽ കടമ്പകളേറെയുണ്ട്. സൂക്ഷ്മ ഗുരുത്വാകർഷണം ഭ്രൂണത്തിന്റെ വികാസത്തിൽ ചെലുത്തുന്ന സ്വാധീനം മുതൽ കോസ്മിക് റേഡിയേഷന്റെ അദൃശ്യ ഭീഷണി വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ബഹിരാകാശത്തെ ജനനം സൈദ്ധാന്തികമായി സാധ്യമാണെങ്കിലും ഗർഭധാരണ മുതൽ കുഞ്ഞിന്റെ ജനനം വരെയുള്ള ഓരോ ഘട്ടങ്ങളിലും പ്രവചനാതീതമായ തടസ്സങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ലീഡ് സർവകലാശാലയിലെ കമ്പ്യൂട്ടേഷണൽ ബയോളജി പ്രൊഫസർ അരുൺ വിവിയൻ ഹോൾട്ടൻ വ്യക്തമാക്കുന്നു. ബഹിരാകാശത്ത് സൂക്ഷ്മ ഗുരുത്വാകർഷണം മനുഷ്യ ശരീരത്തെ പല വിധത്തിലാണ് ബാധിക്കുന്നത്. ഗർഭധാരണം സാധ്യമായേക്കുമെങ്കിലും സീറോ ഗ്രാവിറ്റിയിൽ വയറ്റിൽ കുഞ്ഞു വളരുന്നതാണ് ഏറെ സങ്കീർണം. അമ്നിയോട്ടിക് സഞ്ചിയിൽ ഭ്രൂണം സൂക്ഷ്മ ഗുരുത്വാകർഷണ പരിസ്ഥിതിയിലാണ് വളരുന്നതെങ്കിലും കുഞ്ഞ് ബഹിരാകാശത്ത് ജനിക്കുമ്പോഴുള്ള ഗുരുത്വാകർഷണ അഭാവം വലിയ പ്രതിസന്ധികളാണ് സൃഷ്ടിക്കുന്നത്. ശരീരസ്രവങ്ങൾ, കുഞ്ഞ് തുടങ്ങി മെഡിക്കൽ ഉപകരണങ്ങൾ വരെ ഒഴുകി നടക്കുന്നത് പ്രസവം ഭൂമിയിലുള്ളതിനേക്കാൾ വെല്ലുവിളി ഉയർത്തുന്നതുമാണ്. മാത്രമല്ല കുഞ്ഞിന് ആഹാരം കൊടുക്കുന്നത്, കുളിപ്പിക്കുന്നത്, കയ്യിൽ വെക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളും ബുദ്ധിമുട്ടേറിയതായിരിക്കും. കോസ്മിക് റേഡിയേഷനാണ് ബഹിരാകാശ പ്രസവം നേരിടുന്ന മറ്റൊരു അപകടകരമായ വെല്ലുവിളി. ഭൂമിയുടെ സംരക്ഷിത അന്തരീക്ഷത്തിനും കാന്തിക ക്ഷേത്രത്തിനും പുറത്ത് ഉയർന്ന ഊർജ്ജ കണികകൾ പ്രകാശത്തിന്റെ വേഗതയിൽ ബഹിരാകാശത്തിലൂടെ സഞ്ചരിക്കുന്നു. ഈ കോസ്മിക് രശ്മികൾ മനുഷ്യന്റെ DNA തകരാറിലാക്കുകയും കോശഘടനകളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ക്യാൻസർ, ഗർഭമലസാനുള്ള സാധ്യത എന്നിവ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഗർഭാവസ്ഥയുടെ ആദ്യഘട്ടങ്ങളിൽ കോശങ്ങൾ വേഗത്തിൽ വിഭജിച്ച് പ്രധാന അവയവങ്ങൾ രൂപപ്പെടുന്ന സമയത്ത് കോസ്മിക് രശ്മിയിൽ നിന്ന് നേരിട്ടുള്ള ആഘാതം മാരകമായ വളർച്ചാ തകരാറുകൾക്ക് വരെ കാരണമായേക്കാം. അത്തരം ആഘാതങ്ങൾ അപൂർവമാണെങ്കിലും അവയുടെ അനന്തരഫലങ്ങൾ ഗുരുതരമായേക്കാം. ഭ്രൂണം വളരും തോറും വെല്ലുവിളികളും വർദ്ധിക്കും. ഗർഭസ്ഥ ശിശു വളരും തോറും ഗർഭാശയ അന്തരീക്ഷം റേഡിയേഷൻ സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. ഇത് മാസം തികയാതെയുള്ള പ്രസവത്തിനോ വളർച്ചയിലെ അസാധാരണത്വത്തിനോ കാരണമാകും. അതിനാൽ തന്നെ വിപുലമായ സംരക്ഷണ സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ ബഹിരാകാശം ഗർഭധാരണത്തിന് അപകടകരമായ അന്തരീക്ഷം തന്നെയാണ് എന്നാണ് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നത്. കുഞ്ഞ് ബഹിരാകാശത്ത് ജനിച്ചതിനു ശേഷവും അപകട ഭീഷണികൾ തുടരുന്നു. ശരീരനില, സന്തുലിതാവസ്ഥ, ഏകോപനം എന്നിവ ഉൾപ്പെടെയുള്ള കുഞ്ഞിന്റെ ശാരീരിക വികസനത്തിൽ സൂക്ഷ്മ ഗുരുത്വാകർഷണം അപകടകരമായ രീതിയിൽ സ്വാധീനം ചെലുത്താൻ ഇടയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നുണ്ട്. ജനനത്തിന് ശേഷവും ഒരു നവജാത ശിശുവിന്റെ തലച്ചോർ അതിവേഗം വളരുന്നു. ബഹിരാകാശ ജനനത്തിൽ തലച്ചോറിൽ റേഡിയേഷൻ തകരാറുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് പിന്നീട് പഠനശേഷി, ദീർഘകാല ആരോഗ്യം എന്നിവയെ ബാധിച്ചേക്കാമെന്നും വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. ഇതിനൊന്നിനും നിലവിൽ മനുഷ്യരാശി പ്രാപ്തരല്ല എന്നാണ് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നത്. ഭ്രമണപഥത്തിലോ മറ്റ് ഗ്രഹങ്ങളിലോ പ്രസവത്തിനുള്ള സാധ്യതകൾ തേടുന്നതിന് മുൻപ് റേഡിയേഷൻ സംരക്ഷണം, ഭാരരഹിത അന്തരീക്ഷത്തിലെ ഗർഭസ്ഥ ശിശുവിന്റെ നിലനിൽപ്പ്, വളർച്ച എന്നിവയെക്കുറിച്ച് നാം പഠിക്കേണ്ടതായുണ്ടെന്നും ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്.